അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. ഈ മുറി ഇനി കൊച്ചിനെ എടുക്കാം. കുളിച്ചൊന്ന് ഫ്രഷായി താഴേക്ക് വാ. ബാഗ് മേശമേൽ വെച്ച് മോളിക്കുട്ടി പറഞ്ഞതും റോസിലിന് സമ്മതം അറിയിച്ചു. അപ്പോഴേക്കും കുട്ടിപ്പട്ടാളവും അവിടെ എത്തിയിരുന്നു. രണ്ടുപേരും കൂടി എങ്ങോട്ടാ? വാ, ആ മാങ്ങ പറക്കി വെക്കേണ്ടേ? അവരവിടെ നിന്നോട്ടെ ചേച്ചി, സാരല്ല. അതുകൊണ്ടല്ല കൊച്ചേ, ഇവിടെ നിർത്തിയാൽ പിന്നെ എന്നതാ ഒപ്പിക്കാൻ പോണെന്ന് പറയാൻ പറ്റിയില്ല. നീ കുളിച്ചിട്ടൊക്കെ താഴോട്ട് വാ, ഞങ്ങൾ അവിടെ കാണും. ഉപ്പിറ്റി മാങ്ങ ചേരുവോ? ഉപ്പും പഞ്ചാരയും എല്ലാം ഇട്ട് തരാം. ആദ്യം ഇവിടെ നമുക്ക് താഴേക്ക് പോകാം. ആൻറ്റി വിശ്രമിക്കട്ടെ. ടാറ്റ. പിന്നെ കഞ്ഞാവേ. മുറിവിട്ടവർ പോയെന്നുറപ്പായതും അവൾ വേഗം ചെന്ന് വാതിലിൻ്റെ കുറ്റിയിട്ട് പിന്നീട് ബാഗ് തുറന്ന് തുണികൾക്കിടയിൽ നിന്നും ഫോണെടുത്ത് ആരെയോ വിളിച്ചു. അപ്പുറത്ത് കോള് കണക്റ്റ് ആയതും അവൾ വിളിച്ച കാര്യം പറഞ്ഞു. ഹലോ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് ഇതുവരെ നടന്നത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നെ ഇവിടെ നിർത്തുമെന്ന്. ഇനി നീ വേണം പറഞ്ഞ വാക്ക് പാലിക്കാൻ. അതെല്ലാം ഞാനേറ്റു. നീ സേഫായിരിക്കുമല്ലേ? അതിൽ നീ പേടിക്കണ്ട. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അവർക്ക് ആവില്ല. സൂക്ഷിക്കണം. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ, ബായ്. കോള് കട്ടായതും അവൾ മനസ്സിൽ ഉറപ്പിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർത്ത് കട്ടിലേക്കിരുന്നു. അമ്മച്ചി എന്നതാ പറയാന്ന് പറഞ്ഞത്? പറയാം. മോളിക്കുട്ടി എവിടെ? ഞാനിവിടെ ഉണ്ടമ്മച്ചി. ആ കൊച്ചിനെ റൂമിലാക്കാൻ പോയതല്ലേ. എന്നതാ കാര്യം? ഈ വരുന്ന വ്യാഴാഴ്ച ഒരു വിശേഷമുണ്ട്. അതുകൊണ്ട് വല്ലതും വാങ്ങാനും പറക്കാനും ഉണ്ടെങ്കിൽ വേഗം ആയിക്കോണം. എന്ത് വിശേഷാന്നമ്മേ? ഇവരുടെ കല്യാണം തന്നെ. എല്ലാം ഞാൻ വർഗീസിന് വിട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഈ വ്യാഴാഴ്ച രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കെട്ട്. അമ്മച്ചിയുടെ പെട്ടെന്നുള്ള തീരുമാനം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചു. അതെന്താ ഇപ്പം ഇങ്ങനെ ഒന്ന്? നേരത്തെ തീരുമാനിച്ചതുപോലെയാണെങ്കിൽ കെട്ടിന് ഇനിയും ദിവസം കെടുക്കുമല്ലേ? അത് ശരിയാവില്ലെന്ന് മനസ്സ് പറയും പോലെ. എത്രയും വേഗമായ അത്രയും സന്തോഷമല്ലേ നമുക്കും. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവരൊന്ന് കെട്ടിയാൽ മതി. അമ്മച്ചിയെ, ഈ സന്തോഷമില്ലാതെ മറ്റെന്തോ കൂടി ഉണ്ടല്ലോ ആ മനസ്സിൽ. എന്നാതിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? നിനക്ക് ഈ കൊച്ചിനെ കെട്ടണമെന്നൊന്നും ഇല്ലേ? ഇല്ലെങ്കിൽ പറയേ, നല്ല ചെറുക്കന്മാരെ കൊണ്ടുവന്ന് ഞാൻ കെട്ടിച്ചോളാം. അങ്ങനെ എൻ്റെ പെണ്ണിനെ വേറെ കെട്ടിക്കാൻ പോകുന്നത് അവിടെ നിൽക്കട്ടെ. അവളുടെ കാര്യത്തിലൊരു മിന്നി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ ഡേവിഡിൻ്റെ കൈ കൊണ്ട് മാത്രമായിരിക്കും. അതെ, ഇപ്പോഴാണെങ്കിലും എനിക്ക് അവൾക്ക് അത്രയും സന്തോഷം അല്ലേടി? വൈകി നിറഞ്ഞൊരു പുഞ്ചിരിയാണ് മറുപടിയായി നൽകിയത്. അതുകൊണ്ട് അമ്മച്ചി കാര്യം എന്നതാണെന്ന് വെച്ചാൽ തെളിയിച്ച് പറയാൻ നോക്ക്. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. നിങ്ങളുടെ കല്യാണം നീട്ടി വെക്കേണ്ടത് നേരത്തെ എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ എല്ലാം പെട്ടെന്നാക്കാൻ നോക്കിയത്. ഇന്നിപ്പോൾ അത് നന്നായി എന്നൊരു തോന്നൽ. റോസ്ലിൻ വന്നോണ്ടാണ് അമ്മച്ചി? അതെ, വേറൊന്നും കൊണ്ടല്ല. പണ്ടേ തൊട്ട് അതിൻ്റെ മനസ്സിൽ രവിയുണ്ട്. അതിനൊരു പരിധി വരെ ഞാൻ മനസ്സാൽ സമ്മതിച്ചതാണ്. പക്ഷെ ഇപ്പം എല്ലാം മാറിയില്ലേ? അവള് പിന്നെയും ഇവനെ ഇഷ്ടപ്പെടുന്നാണോ അമ്മച്ചി പറയുന്നത്? അങ്ങനെയല്ല. പക്ഷെ അറിയാതെ പോലും അതിനൊരു അവസരം നമ്മളായി ഉണ്ടാക്കരുതല്ലോ. അതിന് ഇവരുടെ കെട്ട് ഉടനെ നടക്കണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അമ്മച്ചി പറഞ്ഞത് കാര്യമാണെന്ന് വിശ്വനും തോന്നി. ശരിയാ, എത്രയും വേഗം നടന്നാ അത്രയും നല്ലത്. എല്ലാവർക്കും അതേ തീരുമാനമായതുകൊണ്ട് തന്നെ പിന്നെ അതിൽ സംസാരമൊന്നും വന്നില്ല. ഡാ ജോയിയെ, 3 ദിവസം കൂടി ഉള്ളിനി. എല്ലാം വേഗമാക്കണം കേട്ടല്ലോ. പിന്നെ കല്യാണത്തിന് അന്ന് വേണമെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റമല്ല. പള്ളിയിൽ കൊടുക്കാനുള്ളതെല്ലാം ചെയ്യണം. അത് ഞാൻ ഏറ്റു. അന്നത്തേക്ക് വേണ്ട തുണിയും സാധനങ്ങളും വാങ്ങേണ്ടേ? അതിന് നീ എന്താ പോവാ? അതെല്ലാം നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. ഞാനെന്നാ ഒന്ന് പോയി കിടക്കട്ടെ. കാലിന് പിന്നെ ആ വേദന തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഒരിടത്തിരുന്നാൽ പിന്നെ എണീക്കാൻ വയ്യ. അതും പറഞ്ഞ് അമ്മച്ചി റൂമിലേക്ക് പോയി. ഹലോ, ആരാലോചിച്ചാണ് നിൽപ്പ്? നമ്മളെ വലതും ആണോ ടീച്ചറെ? രാത്രിയിൽ പതിവായി കാണാറുള്ള ബാൽക്കണിയിൽ അവന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ആ ചോദ്യം അവളെ തേടിയെത്തിയത്. ആണെങ്കിൽ ഇതേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. അവളെ ചേർത്ത് പിടിച്ച ആ നെറ്റിയിലേക്ക് ചുണ്ടു ചേർത്തവൻ പറയുമ്പോൾ കണ്ണടച്ച് ഏറ്റുവാങ്ങാൻ അവളും മറന്നില്ല. ശരിക്കും ഈ ചായനെ കേട്ടാൻ ഇഷ്ടമാണോ? അതന്നെ ഇപ്പം അങ്ങനെ ഒരു വർത്താനോ? ചുമ്മാ ചോദിച്ചതാ, പറയുന്നേ. പിള്ളേർ രണ്ടും ഉറങ്ങിയോ? എവിടാ, ജോയിയുടെ കൂടിയാണോ? ആ, അവിടെ കിടന്നു. അതാണ് ഇപ്പം ഞാൻ ചോദിച്ചത്. പറയിച്ചായ എന്നെ ശരിക്കും ഇഷ്ടമാണ് ഇച്ചായന്. ഈ തണുപ്പത്ത് വെറുതെ നിന്ന് അസുഖം വരുത്തി വെക്കാതെ നമുക്ക് ആ കട്ടിലിൽ നിന്ന് സംസാരിക്കാലോ. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇപ്പോൾ. ആ, എന്നിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉമ്മ തന്നുകൊണ്ടിരിക്കാം.
അയ്യടാ, കൂടുതൽ കൊഞ്ചാതെ സാറ് പോകാൻ നോക്ക്. കെട്ട് കഴിയുന്നവരെ ഇച്ചാൻ എത്ര കൊഞ്ചാൻ വന്നാലും മൈൻഡ് ചെയ്തേക്കരുതെന്ന മുകളിൽ നിന്നുള്ള ഓർഡർ. ആ ജോയിയല്ലേ, അവന് ഭ്രാന്താ. നീങ്ങ വാ കൊച്ചേ. അവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ച് നിർത്തിയതും വാതിലേക്ക് ഒട്ടുകരുതും ഒന്നിച്ചായിരുന്നു. പിള്ളേർ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവരുറങ്ങിയതാ. ഈ കയ്യൊന്നെടുക്ക്, ഞാൻ പോയി നോക്കട്ടെ ആരാന്ന്. എന്നാ പിന്നെ ആ ജോയിയാവും. ഞാൻ തന്നെ പോയി തുറക്കാം. അവൻ ഇന്ന് ഞാൻ കൊല്ലും. ഒന്നിനും സമ്മതിക്കാത്ത സാമദ്രോഹി. ജോയിയെ നല്ലത് പറയാനായിട്ട് ഡേവിഡ് ഡോറ് തുറന്നതും മുന്നിൽ എളിയിൽ കയ്യും കൊടുത്ത് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവൻ്റെ ആ ചൂടാവിയായിപ്പോയി. ആ അമ്മച്ചിയോ? ഈ എന്നെ അമ്മച്ചി? അത് ഞാനല്ലേ ചോദിക്കേണ്ടത്. നിനക്ക് എന്നതാടാ ഇവിടെ കാര്യം? നിന്റെ റൂം എവിടെയാടാ? ആ അതമ്മച്ചി, വൈകക്ക്. ഇവൾക്ക് എന്നാ പറ്റി? വൈകക്ക് പാറ്റയെ പേടി. ഞാൻ പാറ്റയെ പിടിക്കാൻ വന്നതല്ലേ. എന്നിട്ട് പാറ്റയെ കിട്ടിയോ? അത് പറന്നു പോകാതിരിക്കാനാവുമല്ലേ എൻ്റെ കുഞ്ഞു കഥ കടിച്ചിട്ട്. കൂടുതൽ കിടന്ന് ഉള്ളാതെ മുറിയിൽ പോടാ. ഇനിയിപ്പോൾ ഇത്രയും നേരമായ സ്ഥിതിക്ക് ഇവിടെ കിടന്നിട്ട് നാളെ പോയപ്പോരമ്മച്ചി. ഹാ, മുറി പോടാ. അമ്മച്ചിയുടെ ആ ഒരാട്ടലിൽ ഡേവി ഓടി മുറിയിലെത്തിയിരുന്നു. അവൻ്റെ ഓട്ടം കണ്ട് വൈകിക്ക് ചിരി വീർന്നു. മോള് കഥ കടിച്ച് കിടന്നോ? അവൻ ഇത്തിരി കുരുത്തക്കേടുള്ളതാ. ആദ്യ കൊച്ചു മോളിക്കുട്ടിയുടെ കൂടെയാണോ? ആണ്. അമ്മച്ചി പോയതും വൈകി ഡോറടച്ചൊരു ചിരിയോടെ ബെഡിലേക്ക് ഇരുന്നു. ഡെവി ഓടിക്കതച്ച റൂമിലെത്തിയപ്പോൾ കാണുന്നത് ബെഡ് കുടഞ്ഞു വിരിക്കുന്ന ജോയിയാണ്. അല്ല, നീ ഈ പാതിരാത്രി ഓടിക്കളിക്ക് വേണോ? നീ എന്നെ ഇവിടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്റെ കെട്ട് കഴിയും വരെ ഞാൻ വേറെ മുഴുകി കിടക്കണമെന്ന് പിള്ളേരെ കൊണ്ട് പറയിപ്പിച്ചത് ആരടാ? ഓ, ഞാനത് ഓർത്തില്ല. നേരത്തെ വൈകിയും പറഞ്ഞു പിള്ളേർ നിന്റെ കൂടെ ഉറങ്ങിയെന്ന്. ഞാൻ കരുതി നീ അവിടെയാന്ന്. മോളിക്കുട്ടി വരും മുമ്പ് പിള്ളേരെയും തട്ടിയുറക്കി ഞാൻ ആ മൂലക്ക് കിടന്നതാ. അപ്പോഴാ അമ്മച്ചി നേരെ വന്ന് ചെവിക്ക് പിടിച്ച് എണീപ്പിച്ചത്. അതിന് പിന്നാലെ എൻ്റെ പെണ്ണും പിള്ളി ഇതേ തലയിനെയും പുതപ്പ് നന്ന് ഇറക്കി വിട്ടു. അല്ലേലും അമ്മച്ചി വലിയ വിഷമ. എത്രയും വേഗം കെട്ടിയേ പറ്റൂ. അപ്പൊ നിന്റെ കിതപ്പിന് കാരണം അതായിരുന്നല്ലേ? നന്നായി പോയി. എൻ്റെ കഞ്ഞിൽ പാറ്റിട്ടിട്ട് നീ എങ്ങനെ സൊള്ളാൻ പോവണ്ട. ദേ, കിടക്കുന്നതൊക്കെ കൊള്ളാം. നീക്കി കിടന്നില്ലേ ചാവിട്ടി ഞാൻ താഴെയിടും. നിന്നെ വിശ്വസിച്ചൊരു പെൺകുട്ടിനെ എങ്ങനെ ഈ മുറിയിൽ പറഞ്ഞു വിടും? അവനെ മുട്ടാൻ പാടില്ല, പുതപ്പെടുക്കാൻ പാടില്ല. വല്ലാത്ത കഷ്ടം തന്നെ. അത് നീയായോണ്ടാ എൻ്റെ പെണ്ണതേ ഈ നെഞ്ചിലേക്ക് കിടക്കാൻ പോകുന്നത്. ഓ, എത്രയും വേഗം കെട്ടിക്കഴിഞ്ഞാൽ മതിയായിരുന്നു. ബെഡിൽ കിടന്ന തലയണയെ കെട്ടിപ്പിടിച്ചുരുന്നവനെ കാണെ ജോയി തലക്ക് കൈ കൊടുത്തു. കർത്താവേ, നീ തന്നെ തുണ. പിന്നീടുള്ള ദിവസങ്ങൾ അവർക്ക് തിരക്ക് പിടിച്ചതായിരുന്നു. ചെറിയ രീതിയിലാണ് ആഘോഷമെങ്കിലും എല്ലാം നല്ല രീതിയിൽ വേണമെന്ന് അമ്മച്ചിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ വേണ്ട ഒരുക്കങ്ങൾക്കൊടുവിൽ നാളെയാണ് ഡെവിയും വൈകിയും ഒരുപാട് നാളെ കൊണ്ട് സ്വപ്നം കാണുന്ന ആ ദിവസം, അവരുടെ വിവാഹ ദിവസം. ഇതിനിപ്പോൾ എന്നതാ കുഴപ്പം? ചെറിയൊരു കളർ വ്യത്യാസമല്ലേ ഉള്ളൂ. കുറച്ച് നേരത്തെ കാര്യമല്ലേ. എൻ്റെ പിള്ളേരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഇല്ല, ഞങ്ങൾക്ക് പറ്റിച്ചെന്നെ വേനും. ഈ നീലയാ. ഒന്നാമത് ഞാൻ ഭ്രാന്തെടുത്ത് നടക്കുക. അതിൻ്റെ കിടിയിൽ കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നാൽ എല്ലാം കൂടി ചുരുട്ടി കൂടി ഞാൻ ആ തോട്ടിലെറിയും. വേണേ എടുത്ത് വെച്ചാൽ മതി. ഇല്ല, രണ്ടുപേരും വെക്കേണ്ട. കല്യാണത്തിന് ആദിക്കും മന്നക്കും ഒരേപോലുള്ള ഫ്രോക്കാണ് എടുത്തത്. അതിൻ്റെ കൂടെ ഇടാനുള്ള കമ്മലും മാലയും വളയും അങ്ങനെ വേണ്ടതെല്ലാം ഒരുപോലെ തന്നെ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിൽ ബോ മാത്രം രണ്ടുപേർക്ക് രണ്ട് കളറായി പോയെന്ന് മനസ്സിലായത്. അപ്പോൾ തുടങ്ങിയതാണ് അത് വേറെ വേണമെന്ന് പറഞ്ഞുള്ള നടപ്പ്. മോളിക്കുട്ടി ദേഷ്യത്തിൽ പറഞ്ഞതും രണ്ടുപേരും മുഖം താഴ്ത്തി നിന്നു. അത് കണ്ടപ്പോഴാണ് പറഞ്ഞു പോയ വാക്കുകളെ പറ്റി അവളും ഓർക്കുന്നത്. സോറി മക്കളെ, ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. ഇങ്ങനെ മുഖം താഴ്ത്തി നിൽക്കാതെ നോക്കടാ. അവൾ മുഖം പിടിച്ചു ഉയർത്തിയപ്പോൾ രണ്ട് നിറഞ്ഞ കണ്ണുകളാണ് കണ്ടത്. അവൾ അപ്പോൾ തന്നെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. അയ്യേ, കരയുന്നോ? ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ. എത്ര സോറി വേണേലും പറയാം. ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ. നിങ്ങൾ കരഞ്ഞ ഞാനും കരയും. നോക്കിക്കോ. വേണ്ട മോലിമ്പ കരയേണ്ട. തൻ്റെ കണ്ണ് തുടക്കാനായി വരുന്ന ആ കുഞ്ഞിക്കൈകൾ പിടിച്ചവൾ ചുണ്ടോട് ചേർത്തു. എൻ്റെ ഈ പഞ്ചാരകളെയാണല്ലോ ഞാൻ വഴക്ക് പറഞ്ഞത്. ഒത്തിരി ഒത്തിരി സോറി. ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. ആഹാ, ഫോൺ എടുക്കാൻ വിട്ട ആളിവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവാണോ? അവനെപ്പോഴാണ് അവരുടെ 3 പേരുടെയും മുഖത്തേക്ക് നോക്കുന്നത്. നിങ്ങളെല്ലാം കൂടി കരയാൻ ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? അതൊന്നുമില്ലടാ, നീ ടൗണിൽ പോവില്ലേ? വരുമ്പോൾ A1 ഒന്ന് കയറി 2 ബോ കൂടി വാങ്ങണം. ഇവിടെ ഫ്രോക്കിൻ്റെ കളറിൽ വേണേ. എനിക്കിതൊന്നും അറിയില്ലടി. എന്താ അറിയില്ലെന്ന് അയച്ചായ? നീയും പോകുന്നുണ്ട് ഇവൻ്റെ കൂടെ? ആ, സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ഒന്ന് വാങ്ങണം. പിന്നെ നീ പറഞ്ഞില്ലേ മുടി വെക്കാനുള്ള വൈറ്റ് പിന്നെ വേണമെന്ന്, അതോടെ നോക്കാമെന്ന് കരുതി. ആ, അതിൻ്റെ കൂടെ ഇവർക്ക് 2 ബോ കൂടി നോക്കണേ. ഒരുപോലത്തെ വേണേ. നമ്മൾ വാങ്ങിയത് രണ്ട് കളറായി പോയി. അതിൻ്റെ പിണക്കത്തിലാ രണ്ടുപേരും.
പിന്നെന്താ, നാളത്തെ സ്റ്റാർസ് നിങ്ങളല്ലേ, അപ്പൊ പിന്നെ വാങ്ങാതിരിക്കോ? ചുമ്മാതല്ല, രണ്ട് മുഖത്ത് വോൾട്ടേജ് കുറവ്. എന്നാ പിന്നെ ഇവരോട് വരട്ടടി. വേണ്ട ജെബി, ഞങ്ങൾ വേറൊരു കാര്യത്തിന് പോവാ. പാരിമോലെ. അമ്മച്ചിയുടെ കൂടെ കൂടി രണ്ടുപേരും എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. കൈ പിടിച്ച് ഓടുന്നവരെ നോക്കി മോളിക്കുട്ടി പറഞ്ഞു നിർത്തി. അവരോട് യാത്ര പറഞ്ഞ് അവർ പോയി. അവർ പോയതിന് പിന്നാലെ റോസലിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. അതേസമയം ഡെബിയും വൈകിയും സഞ്ചരിച്ച കാറിന് പിറകെ ഒരു ലോറി വേഗത്തിൽ സഞ്ചരിച്ചു. അവരെ പിന്തുടർന്ന ലോറി മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോയത് ശ്രദ്ധിക്കാതെ ഡെബി കാർ ഓടിച്ചു. ഇത് ഏത് വഴിയാ ചായ? ഇവിടെ നേരെ പോയാൽ പോരായിരുന്നോ? അതൊക്കെ ഉണ്ടടി, പിന്നാലെ വരുന്നവർ ഒത്തിരി ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അങ്ങോട്ട് ചെന്നു കൊടുക്കാം, അതല്ലേ നല്ലത്. എന്തോന്നാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ ഇപ്പം മനസ്സിലായിക്കോളും. എൻ്റെ ടീച്ചർ ഇതിൽ തന്നെ ഇരുന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങണ്ട, കേട്ടല്ലോ. ഡെവിയുടെ കാറ് നേരെ ചെന്ന് നിന്നത് അവരെ പിന്തുടർന്ന ലോറിയുടെ മുന്നിലേക്കാണ്. വൈകിയെ നോക്കി കണ്ണു ചെമ്മി അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് ഇറങ്ങടാ, അതോ ഞാൻ വലിച്ച് വെളിയിലിരണോ? ഡെവിയെ കടന്ന് ലോറി ഡ്രൈവർ വിറയലോടെ വെളിയിലേക്ക് ഇറങ്ങി. ആ, നീയായിരുന്നോടാ, നിനക്ക് അന്ന് കിട്ടിയതൊന്നും പോരായിരുന്നോ രാജ? അതാണോ എൻ്റെ പിന്നാലെ തന്നെ വന്നത്? അയ്യോ സാറേ, ദൈവത്തിനാണ് സാറിൻ്റെ വണ്ടിയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ വേറെ ആരുടെയെങ്കിലും ആയിരുന്നെങ്കിൽ നീ ഇടിക്കുവായിരുന്നല്ലേ? അതിനയാൾക്ക് മറുപടിയില്ലായിരുന്നു. ആര് പറഞ്ഞിട്ടാടാ ഇത് നീ ഡേവിഡിന്റെ നെഞ്ചത്തോട്ട് കയറ്റാൻ വന്നത്? അത് സത്യം പറഞ്ഞില്ലേ അറിയാലോ നിനക്കെന്നെ. ഇതുപോലെ ഒരിക്കലും എന്നെ മുന്നിൽ വന്നതാ നീ. അതിൽ പിന്നെ മൂത്രം പോവാതെ എത്ര ദിവസമാടാ നീ ICU കിടന്നത്? 2 ആഴ്ച. ആ ഓർമ്മയിൽ വിറച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. നീ ഇനിയും കിടക്കും. 2 ആഴ്ച എന്നുള്ളത് നീണ്ടെന്നിരിക്കും. അത് വേണ്ടേ മര്യാദക്ക് പറഞ്ഞോ? കുര്യൻ സാറ് പറഞ്ഞിട്ടാ. സത്യമായി സാറിനെന്ന് അറിയാൻ മേലായിരുന്നു. അറിഞ്ഞിരുന്നേ ഞാൻ ഈ കൊട്ടേഷൻ എടുക്കുവോ? അയാൾക്കുള്ളത് ഞാൻ നേരിട്ട് കൊടുത്തോളാം. പക്ഷെ രാജ, നിനക്ക് അന്ന് കിട്ടിയത് പോരായിരുന്നെന്ന് നീ ഇപ്പൊ തെളിയിച്ചു. ഇവിടെ വെച്ച് വേണേ നിനക്ക് 2 തരാം. പക്ഷെ അത് വേണ്ട, നിനക്ക് പറ്റിയ ഒരാളുണ്ട്. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. രാജനെ മാറ്റി നിർത്തി ഡെവി ലോറിയുടെ കീ ഊരിയെടുത്തു. എന്നിട്ട് ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് വൈകി കാറിൽ തന്നെ ഇരുന്നു. പുറത്തെന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു.